വെൽക്കം. തഹ്മനാണ്. പത്തോളജി ഓഫ് സെൽ ഇഞ്ചുറി വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ സെൽ ഇഞ്ചുറി ആൻഡ് എറ്റിയോളജി ഓഫ് സെൽ ഇഞ്ചുറിയെ കുറിച്ചിട്ട് സോ വി വിൽ ടോക്ക് അബൌട്ട് സെൽ ഇഞ്ചുറി ആൻഡ് എറ്റിയോളജി. സെല്ലുകളാണ് നമ്മുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് അല്ലേ. ഇവ ചേർന്നിട്ടാണ് ടിഷ്യൂസ്, ഓർഗൻസ് എല്ലാം ഉണ്ടാവുന്നത്. അസുഖങ്ങൾ, ഡിസീസസ് വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അബ്നോർമാലിറ്റീസ് ഇൻ ദ ലെവൽ ഓഫ് സെൽസ്. ലെവൽ ഓഫ് സെൽസിൽ അബ്നോർമാലിറ്റി ഉണ്ടാവുന്നതാണ്. സോ ഫസ്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് സെൽ ഇഞ്ചുറി എന്ന് പറയും, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് സെൽ ഇഞ്ചുറി ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയും. സോ ഈ ഭാഗം നമ്മൾ ഹർഷ് മോഹൻ ടെക്സ്റ്റിൽ നിന്ന് എടുക്കുന്ന. നമുക്ക് ആദ്യം സെൽ ഇഞ്ചുറി എന്ന് ഡിഫൈൻ ചെയ്യാം. ഒന്ന് ഡിഫൈൻ ചെയ്താൽ വിവിധ സ്ട്രെസ്, പലതരം സ്ട്രെസ്, വെറൈറ്റി ഓഫ് സ്ട്രെസ്, പല കാരണങ്ങൾ മൂലം, വിവിധ എറ്റിയോളജിക്കൽ ഏജന്റ്സ്, വിവിധ തരം എറ്റിയോളജിക്കൽ ഏജന്റ്സ് മൂലം ഒരു സെൽ വിവിധ സ്ട്രെസ് നേരിടേണ്ടി വരുമ്പോൾ ഈ സെല്ലിനെ പറ്റിയാണ് നമ്മൾ പറയാ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന റിസൾട്ടിങ് ചേഞ്ചസ്. സോ റിസൾട്ടിങ് ചേഞ്ചസ്, അതിന്റെ മൊത്തത്തിലുള്ള ആ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ സെൽ ഇഞ്ചുറി എന്ന് നമ്മൾ വിളിക്കും. സോ എഫക്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് വാട്ട്? എഫക്റ്റ് ഓഫ് വെറൈറ്റി ഓഫ് സ്ട്രെസ്സസ്. വെറൈറ്റി ഓഫ് സ്ട്രെസ് ഏത് സെല്ലാണ് അണ്ടർഗോ ചെയ്യുന്നത്? എ സെൽ അണ്ടർഗോസ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു വേരിയസ് എറ്റിയോളജിക്കൽ ഏജന്റ്സ്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവുന്നു? ആൻഡ് ദ റിസൾട്ടന്റ് ചേഞ്ചസ് ഇൻ ഇറ്റ്സ്, നമ്മൾ പറഞ്ഞു, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഇതിനെയാണ് നമ്മൾ സെൽ ഇഞ്ചുറി എന്ന് പറയും. സോ ദിസ് ദ ഡെഫിനിഷൻ. സോ ദീസ് ചേഞ്ചസ്, ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റം, റിസൾട്ട്സ്, എന്താണ് റിസൾട്ട് ഉണ്ടാവുക? ഓൾട്ടറേഷൻ ഉണ്ടാക്കും. എവിടേക്കാണ് ഓൾട്ടറേഷൻ ഉണ്ടാക്കുക? ഇന്റർ സെല്ലുലാർ സ്ട്രക്ചറിൽ ഓൾട്ടറേഷൻ ഉണ്ടാക്കും. ആൻഡ് ഓൾസോ ദർ ബയോകെമിക്കൽ ഫംഗ്ഷൻ, എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതിലും ഓൾട്ടറേഷൻ ഉണ്ടാക്കും. സോ ഇപ്പോൾ ഒരു സ്ട്രെസ്സിനോടുള്ള സെല്ലിന്റെ റെസ്പോൺസ് പലപ്പോഴും പല രീതിയിലായിരിക്കും. ഏത് സെല്ല് എന്നായിരിക്കും ഒരു കാര്യം എന്നതിനെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ ഏത് ടിഷ്യൂലെ ഏത് സെൽ, അല്ലെങ്കിൽ നമുക്കതിനെ ഹോസ്റ്റ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറയാം. രണ്ടാമത്തത് ഉണ്ടാകുന്ന സ്ട്രെസ്, ഉണ്ടാകുന്ന ഇഞ്ചുറി, അത് ഉണ്ടാക്കുന്ന ഇഞ്ചൂറിയസ് ഏജന്റ് എന്താണ്? ഇഞ്ചൂറിയസ് ഏജന്റിനെയും ആശ്രയിച്ചിരിക്കും എന്ന് നമുക്ക് പറയാം. സോ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും. ഒന്ന് ഹോസ്റ്റ് ഫാക്ടേഴ്സ് ആൻഡ് സെക്കൻഡ് ഈസ് ഇഞ്ചൂറിയസ് ഏജന്റ്. ഇങ്ങനെ സെല്ലുണ്ടാകുന്ന ഇഞ്ചുറിയിലെ മാറ്റങ്ങൾ പലതരമാണ്. ഇപ്പോൾ ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക. ഈ സെല്ലിൽ പലവിധ സ്ട്രെസ്സുകൾ, ഇങ്ങനെ വേരിയസ് സ്ട്രെസ് നേരിടേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഇൻക്രീസ്ഡ് ഫങ്ഷണൽ ഡിമാൻഡ് ഉണ്ടാകും. ഫങ്ഷണൽ ഡിമാൻഡ് ആയിരിക്കും കൂടുക. ഓർ ചിലപ്പോൾ ഡിക്രീസ്ഡ് ഫങ്ഷണൽ ഡിമാൻഡ്, കുറവായിരിക്കാം, ആവശ്യങ്ങൾ കുറവായിരിക്കും. സോ അപ്പോൾ ഇവിടെ സെൽ എന്ത് ചെയ്യും? സെൽ വിൽ ട്രൈ ടു അഡാപ്റ്റ്. ആ സിറ്റുവേഷനായിട്ട് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും, ടു ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ. സോ ഇതിനെ നമ്മൾ സെല്ലുലാർ ഓർ സെൽ അഡാപ്റ്റേഷൻസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇത് പലപ്പോഴും മോർഫോളജിക്കൽ ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാക്കുക. മാത്രമല്ല, വൺസ് ഈ സ്ട്രെസ് മാറിക്കഴിഞ്ഞാൽ, വൺസ് ദി സ്ട്രെസ് ഈസ് റിമൂവ്ഡ്, സെൽ വിൽ റിവേർട്ട് ബാക്ക്. സെല്ല് വീണ്ടും പഴയ രീതിയിലേക്ക് വരും, നോർമലായിട്ട് മാറും. സെൽ വിൽ റിവേർട്ട് ബാക്ക് to its normal. So ഇത് reversible ആണ്. So adaptations are reversible. But if the injury, stress is mild to moderate ആണെങ്കിലോ, ഇഞ്ചുറി ബാധിച്ച സെല്ല് മൈൽഡ് ടു മോഡറേറ്റ് ആണെങ്കിലും വീണ്ടും റിവേഴ്സിബിൾ ആയി പഴയപടിയാകും. സോ ഇതാണ് റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി എന്ന് പറയും. പക്ഷെ ഇഫ് ദ ഇഞ്ചുറി ഈസ് സിവിയർ ആൻഡ് പെർസിസ്റ്റന്റ്, വീണ്ടും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പെർസിസ്റ്റന്റ് ടൈപ്പ് ആണെങ്കിൽ, ദിസ് കോസ് ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ റിവേഴ്സിബിൾ ആയതുകൊണ്ട് സെൽ ഡെത്ത് ആയിരിക്കും ഉണ്ടാകുക. സെൽ വിൽ അണ്ടർഗോ ഡെത്ത്. സോ ദിസ് ഡെത്ത് ക്യാൻ ബി ബൈ നെക്രോസിസ് ആയിരിക്കാം, ഓർ ബൈ അപ്പോപ്റ്റോസിസ്. സോ ഇങ്ങനെ ഏതെങ്കിലും രീതിയിലായിരിക്കാം സെല്ല് മരിക്കുക. പലപ്പോഴും ഈ ഇഞ്ചുറി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ ഇഞ്ചുറി മൂലമുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും സെല്ലിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അടിഞ്ഞു കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. സബ് സെല്ലുലാർ ലെവൽ അടിഞ്ഞു ചേർന്നേക്കാം. പക്ഷെ സെൽ വിൽ റിവേർട്ട് ബാക്ക്, വീണ്ടും തിരികെ വരുമ്പോഴത്തേക്കും ഈ ഇഞ്ചുറി മൂലമുള്ള ഇതേ പ്രശ്നങ്ങൾ അതിനകത്ത് റെസിഡ്യുവൽസ് ആയിട്ട് കിടപ്പുണ്ടാവും. റെസിഡ്യുവൽസ് ഓർ നമ്മൾ അതിനെ മെറ്റാബോളൈറ്റ്സ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇൻട്രാസെല്ലുലാർ ഓർ എക്സ്ട്രാ സെല്ലുലാർ ആയിരിക്കാം ചിലപ്പോൾ. ഇൻട്രാസെല്ലുലാർ അക്യൂമുലേഷൻസ് എന്ന് നമ്മൾ വിളിക്കാം ഇൻസൈഡ് ദ സെല്ലിനകത്ത്. സോ ഇങ്ങനെ പല കാര്യങ്ങളാണ്. ഒന്ന്, സെൽ ക്യാൻ അഡാപ്റ്റ്. രണ്ട്, റിവേഴ്സിബിൾ ഇഞ്ചുറി ആയിരിക്കാം, തിരിച്ച് പഴയ രീതിയിലേക്ക് വരാം. ഒരിക്കലും പഴയ രീതിയിലേക്ക് വരില്ല, സെല്ല് ചത്തുപോകുന്നു. റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി, ചിലപ്പോൾ ഇൻട്രാസെല്ലുലാർ റെസിഡ്യുവൽസ് ആയിരിക്കാം ഉണ്ടാകുക. അപ്പോൾ നമുക്ക് ആദ്യം വാട്ട് ഓൾ ക്യാൻ കോസ് ദീസ് ഇഞ്ചുറീസ് ടു ദ സെൽ ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് അറിയണം. അതിനുശേഷം മെക്കാനിസം ഓർ പാത്തോജെനസിസ് ഓഫ് സെൽ ഇഞ്ചുറി. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ആദ്യം ഇവിടെ എറ്റിയോളജിയെ കുറിച്ച് പറയാം. വാട്ട് ഓൾ റീസൺസ് ക്യാൻ മേക്ക്, എന്തെല്ലാം കാരണങ്ങളാൽ സെൽ ഇഞ്ചുറി ഉണ്ടാകുന്നു. സെൽ ഇഞ്ചുറി ഉണ്ടാകുന്ന കാരണങ്ങളെ നമുക്ക് ആദ്യം ബ്രോഡ്
സിമ്പിളായിട്ട് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് അക്വേർഡ് കോസസ് ആണ് ഒരു കാര്യം, രണ്ടാമത്തത് ജനറ്റിക് കോസസ് ആണ്, ജനറ്റിക് കോസസ്. സോ ഇങ്ങനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. സോ നമ്പർ 1 ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, മെജോറിറ്റി ഓഫ് കേസസിലെ അക്വേർഡ് കോസ് ആണ് ഞാൻ പറയുന്നത്. സെൽ ഇഞ്ചുറി ഉണ്ടാകുന്നത് ഹൈപ്പോക്സിയ മൂലമാണ്. സോ ഹൈപ്പോക്സിയ ഇസ് ദ നമ്പർ 1 റീസൺ. ഹൈപ്പോക്സി ഉണ്ടാകാൻ കാരണം എന്താണ്? ഹൈപ്പോക്സി ഉണ്ടാകാൻ കാരണം ഇഷ്കീമിയ മീൻസ് റെഡ്യൂസ്ഡ് ബ്ലഡ് സപ്ലൈ. സോ നമ്മുടെ സെല്ലുകൾക്ക് എനർജി ജനറേറ്റ് ചെയ്യാനും അവിടെ മെറ്റബോളിക് ഫംഗ്ഷൻ ചെയ്യാനും ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് ഓക്സിജനാണ്. ഹൈപ്പോക്സിയ മീൻസ് ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ കുറവാണ്. സോ ഹൈപ്പോക്സിയ ഇസ് ദ മോസ്റ്റ് കോമൺ, വെരി ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് കോമൺ റീസൺ ഫോർ സെൽ ഇഞ്ചുറി ഈസ് ഹൈപ്പോക്സിയ ആണ്. ഹൈപ്പോക്സിയ ഉണ്ടാകാൻ 2 കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന് റെഡ്യൂസ്ഡ് ബ്ലഡ് സപ്ലൈ ആണ്, അങ്ങോട്ടേക്ക് ബ്ലഡ് കുറവാണ് വരിക. റെഡ്യൂസ്ഡ് ബ്ലഡ് സപ്ലൈ, ഇന്ററപ്ഷൻ ഇൻ ദ ബ്ലഡ് സപ്ലൈ, തടസ്സങ്ങളാണ്. അതീറോസ്ക്ലിയറോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ത്രോംബസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സമാണ്. സോ തടസ്സങ്ങൾ, ഇന്ററപ്ഷൻസ് എന്ന് എഴുതാം നമുക്ക്. ദെൻ രണ്ടാമത്തത് ബ്ലഡ് വരുന്നുണ്ടാകാം, പക്ഷെ അതിൽ ഓക്സിജൻ കുറവാണ്, വരുന്ന ബ്ലഡിൽ ഓക്സിജൻ കുറവാണ്, അല്ലെങ്കിൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ആയിരിക്കാം ചിലപ്പോൾ കുറവ്. ഉദാഹരണത്തിന് ഇഷ്കീമിയയിൽ, അനീമിയയിൽ RBC കുറവാണ്, അല്ലെങ്കിൽ HB ഹീമോഗ്ലോബിൻ കുറവാണ്. ദെൻ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് വന്നാലും അതിനകത്ത് ഓക്സിജൻ കുറവായിരിക്കും. ദെൻ ഹൃദയരോഗങ്ങൾ മൂലം ആവശ്യത്തിന് ബ്ലഡ് എത്തിക്കാൻ പറ്റുന്നില്ല, ഹേർട്ട് ഡിസീസസ്. ദെൻ ലങ് ഡിസീസസ് മൂലം അവിടെ ആവശ്യത്തിന് ഓക്സിജൻ നിറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിലും പ്രശ്നമാണ്, കാര്യക്ഷമമല്ലെങ്കിലും പ്രശ്നമാണ്. ദെൻ ഇതൊന്നുമല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് ടിഷ്യൂസിന്റെ ഓക്സിജൻ ഡിമാൻഡ്, ഇൻക്രീസ്ഡ് ഓക്സിജൻ ഡിമാൻഡ് ഓഫ് ദ ടിഷ്യൂ, പക്ഷെ അതനുസരിച്ച് പതിവിൽ കൂടുതൽ ഉള്ള ഡിമാൻഡ് അനുസരിച്ച് ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ദിസ് ഹൈപ്പോക്സിക് ഇഞ്ചുറി ഉണ്ടാകും. ദെൻ ഒരു സ്ഥലത്ത് ആദ്യം ഹൈപ്പോക്സി ഉണ്ടായി, ദെൻ പെട്ടെന്ന് കൂടുതൽ ബ്ലഡ് വരുമ്പോഴത്തേക്കും ഓക്സിജൻ കൂടുതൽ ഉണ്ടാകുന്നതാണ് റീപെർഫ്യൂഷൻ ഇഞ്ചുറി. അങ്ങനെയും സംഭവിക്കാം, കൂടുതൽ ഓക്സിജൻ വരുമ്പോൾ ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് ഒക്കെ കൂടുതലായിട്ടുണ്ടാകും. ഇതൊക്കെയാണ് ഹൈപ്പോക്സിയ മൂലമുള്ള ഇഞ്ചുറി. ഇനി രണ്ടാമത്തെ കാരണം ഫിസിക്കൽ ഏജൻസ് ആണ്. ഫിസിക്കൽ ഏജൻസ് എന്ന് വെച്ചാൽ മെക്കാനിക്കൽ ട്രോമ ആയിരിക്കാം. ഒന്ന് മെക്കാനിക്കൽ ട്രോമ, പരിക്ക്, വീഴൽ, റോഡ് ആക്സിഡൻറ്റ്സ്, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം. ഓർ തെർമൽ ട്രോമ, മെക്കാനിക്കൽ ട്രോമ പറഞ്ഞു. ദെൻ തെർമൽ ട്രോമ മീൻസ് സൂര്യതാപമേൽക്കൽ, അമിത ചൂട്, അമിത തണുപ്പ് ഏൽക്കൽ. ദെൻ ഇലക്ട്രിസിറ്റി ഈസ് അനദർ കോസ്, വൈദ്യുതി അടിക്കൽ ഒരു പ്രശ്നമാണ്. റേഡിയേഷൻസ് അനദർ റീസൺ ആണ്, അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ആയിരിക്കാം സൂര്യനിൽ നിന്നും, അല്ലെങ്കിൽ അല്ലാതെയുള്ള അയോണൈസിങ് റേഡിയേഷൻസ്, നമ്മൾ എന്തെങ്കിലും എക്സ്റേ അങ്ങനത്തെ എടുക്കാനായിട്ട് എടുക്കുമ്പോൾ ഉള്ള ഇഞ്ചുറി ആയിരിക്കാം. അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ പ്രഷറിൽ പെട്ടെന്നുള്ള വ്യത്യാസം, റാപ്പിഡ് ചേഞ്ചസ് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് ഇപ്പം നമ്മൾ മലയൊക്കെ കയറുകയാണെങ്കിൽ അവിടെ പെട്ടെന്ന് പ്രഷർ കുറയുന്നു. സോ ഇതെല്ലാം ഫിസിക്കൽ കാരണങ്ങളായിരിക്കാം. അടുത്തത് കെമിക്കൽസ് മൂലമാകാം. സോ കെമിക്കൽസ് മൂലവും ഇഞ്ചുറി ഉണ്ടാകാം. കെമിക്കൽസ് ഏറ്റവും ഫേമസ് സയനൈഡ് ഇഞ്ചുറിയാണ്. സയനൈഡ്, ആഴ്സനിക്, മെറ്റൽസ്, ഹെവി മെറ്റൽസ്, അങ്ങനെയൊക്കെയുള്ള മൂലം, മെർക്കുറി. ദെൻ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആകാം, അല്ലെങ്കിൽ ആൽക്കലി ആകാം, HNO3, സൾഫ്യൂരിക് ആസിഡ്, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ദെൻ ഇറ്റ് ക്യാൻ ബി എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസ്, എന്തെങ്കിലും പൊല്യൂട്ടൻസ് മൂലമായിരിക്കും. ഇൻസെക്ടിസൈഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ആയിരിക്കാം. ദെൻ ഓക്സിജൻ തന്നെ അമിതമായിട്ട് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ. ഹൈ കോൺസെൻട്രേഷൻ ഓക്സിജൻ ഈസ് വെരി ഇഞ്ചൂറിയസ്. ദെൻ ഹൈപ്പർട്ടോണിക് സലൈൻ തന്നെ ഹൈപ്പർട്ടോണിക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹൈപ്പർട്ടോണിക് തന്നെ ഗ്ലൂക്കോസ് ഹൈപ്പർട്ടോണിക് ആയിട്ട് വന്നാലും പ്രശ്നമാണ്. ദെൻ സോഷ്യൽ ഏജൻസ്, മറ്റൊരു റീസൺസ് ആണ് സോഷ്യൽ ഏജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ജീവിത ശൈലിയൊക്കെ ആയിരിക്കാം. ആൽക്കഹോൾ അഡിക്ഷൻ, അല്ലെങ്കിൽ നാർക്കോട്ടിക് അഡിക്ഷൻ, അല്ലെങ്കിൽ സ്മോക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള. ദെൻ രോഗത്തിനെതിരെ കഴിക്കുന്ന മരുന്നുകൾ, ഈ മരുന്നുകൾ തന്നെ ടോക്സിക് ആകാം. സോ ഇതെല്ലാം കെമിക്കൽ ഇഞ്ചുറി ഉണ്ടാക്കുന്നതാണ്. സോഷ്യൽ ഏജൻസിൽ വരുന്ന ആൽക്കഹോളും ഇതെല്ലാം കെമിക്കൽസ് ആണല്ലോ. ഇനി നാലാമത്തെ റീസൺസ് ആർ മൈക്രോബിയൽ ഏജൻസ്. ഫോർത്ത് വൺ ഈസ് മൈക്രോബിയൽ ഏജൻസ് മൂലം, അണുബാധകളാണ് പ്രധാനപ്പെട്ട സെൽ ഇഞ്ചുറി ഉണ്ടാക്കുക. ഉദാഹരണം ബാക്ടീരിയകളാകാം, ഫംഗസുകൾ, വൈറസുകൾ, കൃമി, അങ്ങനെയൊക്കെയുള്ള വിരകൾ പോലെയുള്ള പരാതങ്ങൾ. ദെൻ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ. സോ ഇങ്ങനെയൊക്കെയുള്ള വേരിയസ് ഇൻഫെക്ഷൻസ്, ഹെൽമെറ്റ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൂലം ഇഞ്ചുറി ഉണ്ടാകാം. ഇനി അഞ്ചാമത്തെ റീസൺസ് ആർ ഇമ്മ്യൂണോളജിക്കൽ ഏജൻസ് ആണ്. ഇമ്മ്യൂണോളജിക്കൽ ഏജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇമ്മ്യൂണിറ്റി ചിലപ്പോഴെങ്കിലും നമുക്ക് പ്രശ്നമാകും. ഉദാഹരണം ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് വന്ന അനാഫിലാക്സിസ്, അല്ലെങ്കിൽ അനാഫിലാക്ടോയിഡ് റിയാക്ഷൻസ് വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ്. അനാഫിലാക്സിസ് നമുക്ക് എഴുതാം. അനാഫിലാക്സിസ് ഈസ് അനദർ വൺ. ദെൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെ സംഭവങ്ങൾ, നമ്മുടെ ഫോറിൻ
ഫോറിൻ സബ്സ്റ്റൻസ് ആയിട്ട് കരുതുന്ന പ്രശ്നമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ്. സോ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ. ഇനി ആറാമത്തെ റീസൺസ് അത് ന്യൂട്രീഷണൽ പ്രശ്നങ്ങളാകാം. പ്രശ്നങ്ങൾ ബിക്കോസ് ഓഫ് ന്യൂട്രീഷണൽ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഉദാഹരണം ന്യൂട്രീഷൻ കുറഞ്ഞാൽ, ഡെഫിഷ്യൻസി വന്നാലും കൂടിയാലും പ്രശ്നങ്ങൾ വരും അല്ലെ. പട്ടിണി, സ്റ്റാർവേഷൻ ഒരു പ്രശ്നമാണ്. സ്റ്റാർവേഷൻ പട്ടിണിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രോട്ടീനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ മരാസ്മസ് ഉണ്ടാകാം. മരാസ്മസ്, ക്വാഷിയോർക്കർ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. മിനറൽസ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അനീമിയ, ഉദാഹരണങ്ങളാണ് ഞാൻ പറയാം. അനീമിയ, വളർച്ച അങ്ങനെയൊക്കെയുള്ള. വൈറ്റമിൻ ഇപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ റിക്കറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ന്യൂട്രീഷണൽ എക്സസ് മൂലം, അമിതമായിട്ടുണ്ടാകുന്നത് മൂലമുള്ളതാണ് ഒബിസിറ്റി പ്രശ്നങ്ങൾ, അതീറോസ്ക്ലീറോസിസ് പ്രശ്നങ്ങൾ, മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അടുത്ത പ്രശ്നം, ഏഴാമത്തെ പ്രശ്നം ഏജിങ് ആണ്. ഏജിങ്, പ്രായമാകും തോറും സെൽ ഇഞ്ചുറി വർദ്ധിച്ചുകൊണ്ടിരിക്കും അല്ലെ. സെല്ലിന്റെ റിപ്പയർ പ്രോസസ്, നോർമൽ റിപ്പയർ പ്രോസസ് തടസ്സം നേരിടും. സെൽ ഡിവിഷൻ തടസ്സങ്ങൾ നേരിടും. അബ്നോർമാലിറ്റി ഉണ്ടാകും. സോ ഇതെല്ലാം ഈ സെൽ ഇഞ്ചുറി ഉണ്ടാക്കുന്നു. ഇനി എട്ടാമത്തെ പ്രശ്നം സൈക്കോജനിക് ആണ്. സൈക്കോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് പ്രത്യേക ബയോകെമിക്കൽ ചേഞ്ചസ് കൃത്യമായിട്ട് നമുക്കറിയാത്ത പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ഉദാഹരണം തുടർച്ചയായിട്ടുള്ള സ്ട്രെയിൻ അല്ലെ, ആങ്സൈറ്റി, ഓവർ വർക്ക്, മറ്റ് പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, സൈക്കോസിസ് ഒക്കെ ഇതിങ്ങനെയൊക്കെയുള്ള എത്തിക്കാം. തെറ്റായ രീതികൾ, അമിതമായ മറ്റുപയോഗിക്കുന്ന ലഹരികൾ, അഡിക്ഷൻ, ആൽക്കഹോളിസം, സ്മോക്കിംഗ്. സോ ഇതൊക്കെ മൂലം ലിവറിനും ലങ്സിനും ഒക്കെ ഡാമേജ് ഉണ്ടാകാം. ദെൻ അൾസർ, പെപ്റ്റിക് അൾസർ, സ്ട്രെസ് കൂടി കഴിഞ്ഞാൽ ഉണ്ടാകാം. സോ ഇതെല്ലാം സെൽ ഇഞ്ചുറി ഉണ്ടാക്കുന്ന കാരണം. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഒമ്പതാമത്തെ നമുക്ക് ഇയാട്രോജനിക് മീൻസ് ഫിസിഷ്യൻ മൂലമുള്ള പ്രശ്നങ്ങളാണ്. മീൻസ് എറർ ഇൻ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അൺടുവേർഡ് എഫക്ട്സ് ഓഫ് സർട്ടൻ മെഡിസിൻസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പത്താമത്തത് നമുക്ക് പറയാനുള്ളത് ഇഡിയോപ്പതിക് മീൻസ് വി ഡോണ്ട് നോ ദ എക്സാക്ട് റീസൺ. കാര്യങ്ങൾ നമുക്കറിയില്ല, പക്ഷേ സെൽ ഡാമേജ് ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ ആണ്. സോ ഇതെല്ലാം അക്യൂർഡ് ആണ്. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ജനറ്റിക് റീസൺസ് ആണ്. ജനറ്റിക് കോസസ് നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനം ജനിതകമാണ്, പാരമ്പര്യമായി കിട്ടുന്നുണ്ടായിരിക്കാം. ഉദാഹരണത്തിന് ഡെവലപ്മെന്റൽ ഡിഫക്ട്സ്, എറർ ഇൻ മോർഫോജെനിസിസ് ഉണ്ടായി വരുന്ന ആ ഓർഗനിൽ തന്നെയുള്ള തകരാറുകൾ, ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് മൂലം. ചിലപ്പോൾ കൂടുതലാകാം, ചിലപ്പോൾ ചില ക്രോമസോം കുറവായിരിക്കാം, ചിലപ്പോൾ ചില ജീനുകൾ ഇല്ലാതിരിക്കാം, ചില ജീനുകൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, സിംഗിൾ ജീൻ ഡിഫക്റ്റ് ആയിരിക്കാം. ദെൻ സം സ്റ്റോറേജ് ഡിസീസസ്, മെറ്റബോളിസം നടക്കുന്ന സാധനങ്ങളുടെയൊക്കെ സ്റ്റോറേജ് ഉള്ള ഇൻബോൺ എറർ. ദെൻ മാൽ ഫങ്ഷണൽ അബ്നോർമാലിറ്റീസ് എക്സെട്ര. ഉദാഹരണത്തിന് സിക്കിൾ സെൽ ഡിസീസ് ഒരു ജനിതകപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. സിസ്റ്റിക് ഫൈബ്രോസിസ് ഒരു ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടും സെൽ ഇഞ്ചുറി ഉണ്ടാകും. സോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് വാട്ട് ഈസ് സെൽ ഇഞ്ചുറി നമ്മൾ പറഞ്ഞു, വാട്ട് ആർ ദ റീസൺസ് ഓർ എറ്റിയോളജി ഓഫ് സെൽ ഇഞ്ചുറി ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയേണ്ടത് പാത്തോജനിസിസ് ഓർ മെക്കാനിസം ഓഫ് സെൽ ഇഞ്ചുറി ആണ് നമുക്ക് പറയേണ്ടത്. വാട്ട് ആർ ദ അൾട്രാ സ്ട്രക്ചറൽ ചേഞ്ചസ് ഹാപ്പൻസ് ഇൻ സെൽ ഇഞ്ചുറി. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.